2026 ഓഗസ്റ്റ് 11 സിറാജ് എഡിറ്റോറിയൽ. മാറുന്ന കുടുംബ ബന്ധങ്ങളും ധാർമ്മിക ച്യുതിയും. മനുഷ്യ ബന്ധങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത തകർച്ചയിലേക്കും ധാർമ്മിക അധഃപതനത്തിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് ഹരിയാനയിലെ സോണിപ്പേട്ടിൽ നിന്ന് അടുത്ത ദിവസം പുറത്തുവന്ന വാർത്ത. വൃദ്ധസദനത്തിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ അന്ത്യശ്വാസം വലിച്ച 70-കാരനായ പിതാവിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞിട്ടും ഓടിയെത്താനോ അന്ത്യകർമ്മ ചടങ്ങുകളിൽ പങ്കുകൊള്ളാനോ ഉത്തർപ്രദേശിലും മുംബൈയിലും നേപ്പാളിലുമായി ജോലി ചെയ്യുന്ന മക്കൾക്ക് മനസ്സുണ്ടായില്ല. സംസ്കാര ചടങ്ങിന് നേരിട്ടെത്താൻ സമയമില്ല. ചടങ്ങുകൾ വീഡിയോയിലൂടെ കണ്ടുകൊള്ളാമെന്നായിരുന്നു വൃദ്ധസദന നടത്തിപ്പുകാരനോട് മക്കൾ അറിയിച്ചത്. ഫോണിലൂടെ പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കെ ചിത വേഗത്തിൽ കത്തിത്തീരാത്തതിൽ മക്കൾ കാണിച്ച അക്ഷമയും അമർഷവും അവരുടെ മനസ്സാക്ഷി മരവിപ്പിൻ്റെ കാഠിന്യം വ്യക്തമാക്കുന്നതായിരുന്നു. ചിത കത്തിത്തീരാൻ ഇനിയും എത്ര സമയമെടുക്കും? ഞങ്ങൾക്ക് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ഉള്ളതാണ് എന്ന് യാതൊരു സങ്കോചവുമില്ലാതെ വീഡിയോ കോളിലൂടെ മക്കൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കത്തിയമർന്നത് പിതാവിൻ്റെ മൃതശരീരം മാത്രമായിരുന്നില്ല. മക്കളിൽ അവശേഷിക്കേണ്ടിയിരുന്ന കരുണ, സ്നേഹം, ആദരവ് തുടങ്ങിയ ധാർമ്മിക മൂല്യങ്ങൾ കൂടിയായിരുന്നു. ഹരിയാനയിലെ ഒരു കുടുംബത്തിൻ്റെ മാത്രം കഥയല്ലിത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമാനമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സ്വത്ത് സ്വന്തം പേരിൽ എഴുതി വാങ്ങിയ ശേഷം മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നവർ, ചികിത്സ കഴിഞ്ഞിട്ടും ആശുപത്രികളിൽ നിന്ന് തിരികെ കൊണ്ടുപോകാതെ ഉപേക്ഷിക്കപ്പെടുന്ന വയോജനങ്ങൾ, വൃദ്ധസദനങ്ങളിൽ വർഷങ്ങളായി മക്കളുടെ സന്ദർശനത്തിനായി കാത്തിരിക്കുന്ന മാതാപിതാക്കൾ, ജീവനാംശത്തിന് സ്വന്തം മക്കൾക്കെതിരെ ട്രിബ്യൂണലുകളെയും കോടതികളെയും സമീപിക്കുന്നവർ തുടങ്ങിയവയൊന്നും അപൂർവ വാർത്തകളല്ല. സ്വാർത്ഥതയുടെയും ആധുനികതയുടെയും പേരിൽ പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയും അവരെ ഒരു ഭാരമായി കാണുകയും ചെയ്യുന്ന സമൂഹത്തിൻ്റെ പ്രതിനിധാനമാണ് ഇവർ. സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ബന്ധങ്ങൾ ഊഷ്മളമായ കുടുംബമായിരുന്നു. 3ഉം 4ഉം തലമുറകൾ ഒരു വീട്ടിൽ താമസിച്ച് കുട്ടികളെ വളർത്തുന്നതിൽ നിന്ന് തുടങ്ങി വയോജനങ്ങളെ പരിപാലിക്കുന്നതുവരെയുള്ള ഉത്തരവാദിത്വങ്ങൾ കുടുംബം തന്നെ ഏറ്റെടുത്തിരുന്നു. വാർദ്ധക്യം അന്ന് ഒറ്റപ്പെടലിൻ്റെ പര്യായമായിരുന്നില്ല. ജീവിതം മുഴുവൻ മക്കൾക്കായി ഒഴിഞ്ഞുവെച്ച, മക്കൾക്കായി വിയർപ്പൊഴുക്കിയ മാതാപിതാക്കൾക്ക് അവരുടെ അവസാന കാലത്ത് ലഭിച്ചിരുന്നത് സാമ്പത്തിക സുരക്ഷയേക്കാൾ വലിയ മറ്റൊരു സമ്പത്തായിരുന്നു: മക്കളുടെ സാമീപ്യവും സ്നേഹവും. ഇന്ന് ചിത്രം മാറി. അണുകുടുംബങ്ങളുടെ വ്യാപനം, തൊഴിലാവശ്യാർത്ഥം വിദേശങ്ങളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കുമുള്ള കുടിയേറ്റം, മത്സരാധിഷ്ഠിത ജീവിതശൈലി, വ്യക്തിജീവിതത്തിന് നൽകുന്ന അമിത സ്വാതന്ത്ര്യം തുടങ്ങിയവയെല്ലാം കുടുംബജീവിതങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചു. വിദേശത്ത് ജോലി ചെയ്യുന്നതോ മറ്റൊരു നഗരത്തിൽ താമസിക്കുന്നതോ അല്ല പ്രശ്നം. ഭൂമിശാസ്ത്രപരമായ അകൽച്ച വൈകാരികമായ അകൽച്ചയായി മാറുന്നതാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയായിട്ടും ദിവസവും മാതാപിതാക്കളുമായി സംസാരിക്കുന്ന, പരിചരണവും ചികിത്സയും ഉറപ്പാക്കുന്ന മക്കളുണ്ട്. പ്രശ്നം ദൂരമല്ല, മനസ്സുകളുടെ അകലവും മാതാപിതാക്കളെ സാമ്പത്തികമായി ബാധ്യതയായി കാണുന്ന സമീപനവുമാണ്. കുടുംബ ബന്ധങ്ങളുടെ സ്ഥാനത്ത് സാമ്പത്തികമായ കണക്കുകൂട്ടലുകൾ കടന്നു വരുമ്പോൾ സ്നേഹവും കടമയും പിന്തള്ളപ്പെടുന്നു. കരിയറും പണവും സുഖസൗകര്യങ്ങളും മാത്രം ലക്ഷ്യമിട്ട് ഓടുമ്പോൾ മാതാപിതാക്കൾക്ക് മുമ്പിൽ സമയവും സമ്പത്തുമെല്ലാം കൊട്ടിയടക്കുകയാണ്. സാങ്കേതികവിദ്യ പ്രപഞ്ചത്തിൻ്റെ അകലങ്ങളെ നമ്മുടെ വിരൽത്തുമ്പിലെത്തിച്ചപ്പോഴും അരികിലുള്ളവരുടെ നെഞ്ചിടിപ്പുകൾ കേൾക്കാനാകാത്ത വിധം നമ്മുടെ ഹൃദയങ്ങൾ കല്ലായി മാറി. മാതാപിതാക്കൾ മക്കൾക്കായി ചെലവഴിച്ചത് കേവലം പണം മാത്രമല്ല, അവരുടെ ആരോഗ്യം, സമയം, സന്തോഷങ്ങൾ എന്നല്ല, അവരുടെ ജീവിതം തന്നെയാണ്. ഇതിനു പകരം നൽകാൻ മക്കളുടെ സ്നേഹത്തിനും സാമീപ്യത്തിനുമല്ലാതെ മറ്റൊന്നിനുമാകില്ല. മാതാപിതാക്കളുടെ മൃതദേഹ സംസ്കാര ചടങ്ങുകൾ പോലും സുഖകരമായ ജീവിതത്തിന് തടസ്സമാണെന്നു കരുതുന്ന ഒരു തലമുറയെയാണോ വളർത്തിയെടുക്കുന്നതെന്ന് ഓരോ കുടുംബവും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സർക്കാരിനും സമൂഹത്തിനും ഇവിടെ വലിയ ഉത്തരവാദിത്വമുണ്ട്. വയോജന സംരക്ഷണ നിയമങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കണം.
സ്വത്ത് തട്ടിയെടുത്ത് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവർക്കും പ്രായമായ മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കാത്തവർക്കുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം. വളരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തിനൊപ്പം കുടുംബ ഉത്തരവാദിത്തത്തിൻ്റെ മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. പുതുതലമുറ ഇന്ന് മാതാപിതാക്കളോട് കാണിക്കുന്ന സമീപനമാണ് നാളെ സ്വന്തം മക്കളിൽ നിന്ന് തിരിച്ചു കിട്ടാൻ സാധ്യതയെന്ന ബോധം വളർത്തിയെടുക്കുകയും വേണം. ഒരു നിയമബാധ്യതയോ സാംസ്കാരിക ആചാരമോ അല്ല മാതാപിതാക്കളുടെ സംരക്ഷണം. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ധാർമ്മികതയും നന്ദിയുടെ ഏറ്റവും ലളിതമായ പ്രകടനവുമാണ്.